ഇതാണ് കേട്ടോ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എന്തായാലും മിസ്സാവാതെ കാണേണ്ട ഒന്നാണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസും കാണാനും ഒക്കെ ഒരു നല്ല കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ക്ലൂക്കുന്ന ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരുന്നു. ഓൺലൈൻ ടിക്കറ്റിന് ആകെ ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 250 രൂപയുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു റോയിങ് ബോട്ടിൻ്റെ ടിക്കറ്റും കൂടി കമ്പൈൻഡ് ആയിട്ട് എടുത്താൽ തന്നെ 500 രൂപ ടിക്കറ്റ് വരുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് ഒരു എൻട്രി ഉണ്ട്, പിന്നെ സൈഡിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് ബൂത്തിൻ്റെ വഴിയും ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഷോപ്പുകൾ ഇങ്ങനെ രണ്ട് സൈഡിലും നിരയായിട്ട് തായ്ലാൻഡിൽ കിട്ടുന്ന എല്ലാ സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സുകളും ഭക്ഷണങ്ങളും മുതല വരെ ക്രൊക്കഡൈൽ വരെ ഫ്രൈ ചെയ്തും ഗ്രില്ല് ചെയ്തും ഒക്കെ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുറേ നല്ല നല്ല വൈബുള്ള കുറേ ഡ്രസ്സും നല്ല ലൈറ്റഡ് ആയിട്ടുള്ള കുറേ ഷോപ്പും. കുട്ടികളുടെ ഈ ഡ്രസ്സൊക്കെ കണ്ടാലേ ഒന്ന് വാങ്ങിപ്പോകും, അത്ര ഭംഗിയാണ്. പിന്നെ ഒരുപാട് ബ്രേസ്ലെറ്റ്സും ഫാൻസി ഐറ്റംസും മാലകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഈ ബാഗുകൾ, അതുപോലെ കൊണ്ടുപോയി എലിഫൻറ്റ്, ഇവരുടെ തായ്ലാൻഡിൻ്റെ ആനകളും ഇങ്ങനത്തെ ഈ ചൂരലിൻ്റെ കുറേ ബാഗുകളൊക്കെ ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്. കാരണം നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഈ ജൂട്ട് കൊണ്ടുണ്ടാക്കിയ പല പല കളറിൽ കേട്ടോ, നല്ല ക്രീമും വൈറ്റും ബേബി പിങ്കും ഒക്കെ കളറിൽ കുറേ ബാഗുകളുണ്ട്. ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 100 ബാത്തൊക്കെയാണ് ചെറുതിനൊക്കെ റേറ്റ് ഉള്ളൂ. നമ്മുടെ ഒരു 300 രൂപയുടെയൊക്കെ ഒരു റേഞ്ചിൽ കേട്ടോ. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള കുറേ ചെരുപ്പുകളുണ്ട്, കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഉണ്ട് കേട്ടോ, പല സൈസിലും. നമ്മൾ സാധാരണ കാണാത്ത ടൈപ്പ് കേട്ടോ. ഇങ്ങനത്തെ മാത്രമായിട്ട് ഒരുപാട് കാണാത്ത ടൈപ്പ് ഉണ്ട്. കുറേ വെറൈറ്റി കളക്ഷൻസും ഭയങ്കര അടിപൊളി ലുക്കുള്ളതാണ് കേട്ടോ. കുറേ ക്യാപ്പുകളുണ്ട് കണ്ടോ, ബക്കറ്റ് ടൈപ്പ്, അങ്ങനെ കുറേ ടൈപ്പ് ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, കുറേ ടാറ്റു, ശരിക്കുള്ള ടാറ്റു ചെയ്യുന്നൊരു ഷോപ്പ് കണ്ടു. ഏത് ഡിസൈൻ വേണമെങ്കിലും, അവിടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഏത് ഡിസൈനിൽ വേണമെങ്കിലും ടാറ്റു ചെയ്യാം. പിന്നെ ഈ ആന എന്ന് പറഞ്ഞാൽ ഇവരുടെ ദേശീയ മൃഗമാണ് ഈ തായ്ലൻഡുകാരുടെ. അപ്പോൾ ആന ഇല്ലാത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ആനയുടെ ബാഗ്, ആനയുടെ ഡ്രസ്സ്, ഫിഷ് സ്പാ ഉണ്ട്. കണ്ട് ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ബീച്ച് വെയറുകളൊക്കെ, നല്ല ഭംഗിയുള്ള കുറേ ഫ്രോക്കുകൾ കണ്ടോ, നല്ല കപ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ഉള്ള കപ്പിൾസിനൊക്കെ പറ്റിയ രണ്ടും കൂടിയുള്ള കോംബോ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ബാഗുകളാണ്. ഒരുപാട് ബാഗുകളുടെയൊക്കെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. ഷോപ്പിംഗ് പ്രേമികൾക്ക് ഇങ്ങോട്ട് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയാൽ ഒരു ദിവസം ശരിക്കും മതിയാവില്ല. നമ്മൾ വേഗം കണ്ടിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തോണിയിൽ വേഗം തുഴഞ്ഞ് ഒരു 2 മണിക്കൂർ കൊണ്ട് ഇറങ്ങി പോരാന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമല്ല കേട്ടോ, അത് നടക്കില്ല. നമുക്കൊരു 4-5 മണിക്കൂറെങ്കിലും എടുക്കും. ശരിക്കും എല്ലാ കടകളിലും ഒരുപാട് കടകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എല്ലായിടത്തും കൂടി പോയി വരണമെങ്കിൽ ഇങ്ങനെ ക്യൂരിയോസ് ആയിട്ടുള്ള കുറേ കീ ചെയിനുകളൊക്കെ കണ്ടോ. 150 ബാത്തിനൊക്കെ ഒരു പാക്കറ്റാണ്. 150 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 450 രൂപയ്ക്ക് വരുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വൈറ്റും ബ്ലൂവും കൂടിയുള്ള സ്കേർട്ട്. ഈ കീ ചെയിൻസൊക്കെ ഒന്നിച്ചുള്ള പാക്കറ്റ്സിനാണ് കേട്ടോ ഈ റേറ്റ് ഞാൻ പറഞ്ഞത്. 5 10 ഒക്കെ ഉള്ള പാക്കറ്റ്സാണ്. പിന്നെ ഇങ്ങനെ ഒരുപാട് ബീച്ച് വെയർ ഡ്രസ്സുകൾ, ഗൗണുകൾ, കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഇവരുടെ തായ്ലാൻഡിൻ്റേതായ എല്ലാ ഡിസൈൻസും ഉള്ള പട്ടായാന്ന് എഴുതിയതും ബാങ്കോക്ക് എഴുതിയതും ഒക്കെ കേട്ടോ. ഈ ഡ്രസ്സൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്ക്. ഈ ക്രീമും ഈ ചന്ദന കളറും ഓഫ് വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനിൽ വരുന്ന സ്കേർട്ട്സും ഫ്രോക്കുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഡ്രസ്സ് ഏറ്റവും അധികം കിട്ടുക ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ. വേറെ കുറേ നൈറ്റ് മാർക്കറ്റ്സിലൊക്കെ ഞങ്ങൾ പോയി, അവിടെ നിന്ന് പക്ഷേ ഇത്ര ഭംഗിയുള്ള ആ ഫ്രോക്കുകളില്ല കേട്ടോ. പിന്നെ ഇന്ദ്ര മാർക്കറ്റ് ബാങ്കോക്കിലാണ് കുറച്ച് നല്ല ഡ്രസ്സ് കിട്ടുക. ഇവിടെയും അവിടെയാണ് കേട്ടോ ഏറ്റവും നല്ല ഷോപ്പിങ്ങിനുള്ള ഏരിയ. നമ്മൾ വേറെ സ്ഥലത്തൊന്ന് വാങ്ങാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്യരുത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നല്ല കിട്ടില്ല ഡ്രസ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങാം കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻസാണ്. അതുപോലെ ഇനി ഫുഡിൻ്റെ സ്റ്റോളുകളാണ് തുടങ്ങുകയാണ് കേട്ടോ. അവിടുത്തെ മാങ്ങ, തായ്ലൻഡിൻ്റെ മാങ്ങയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്ര സ്വീറ്റാണ്. നമ്മുടെ മാങ്ങയൊന്നും അതിൻ്റെ അടുത്ത് നിൽക്കില്ല കേട്ടോ. എല്ലാം ഒരേ കളറാണ്. നമ്മളതാണെങ്കിൽ ചിലതൊക്കെ കുറച്ച് മഞ്ഞയും കുറേ പുള്ളിയും കുത്തുകളും ഒക്കെ ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള മാങ്ങ. ഇത് പിന്നെ ഡുറിയാൻ കേട്ടോ. ഓരോ ചുളയേറ്റും 2 ചുളയേറ്റൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഡുറിയാൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഒരുമാതിരി സ്മെല്ലാണ്. അത് കാരണം തന്നെ കഴിക്കാൻ പറ്റില്ല. മാങ്ങ കണ്ടില്ലേ, ഭയങ്കര സ്വീറ്റാണ്. കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ കുറേ ഈ നമ്മളെ ഇലയുടെ പോലെ ഇലയിലൊക്കെ ഇങ്ങനെ കുറേ വേവിച്ച കുറേ സ്നാക്സ് ഉണ്ട്. ഇത് കണ്ടോ, കൂന്തളൊക്കെ ഗ്രില്ല് ചെയ്തത്, പിന്നെ ഓയിസ്റ്റർ ഗ്രില്ല് ചെയ്തത്, കുറേ സീ ഫുഡുകൾ ഗ്രില്ല് ചെയ്ത പ്ലാറ്ററൊക്കെ 100 ബാത്താണ് കേട്ടോ. ഒരു 250 രൂപയൊക്കെ ഉള്ളൂ. നമ്മളെ സ്റ്റിക്കി മാംഗോ റൈസും ആണിത് കേട്ടോ. സ്റ്റിക്കി മാംഗോ റൈസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കി ആയിട്ടുള്ള ബസ്മതി റൈസ് പോലുള്ളൊരു ചോറും, പിന്നെ അതിൻ്റെ കൂടെ നല്ല പഴുത്ത മാങ്ങ ചെത്തിയിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഈ സ്റ്റിക്കി മാംഗോ റൈസ്. ഇവരുടെ ഒരു ക്ലാസിക്കലായിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത്. അത് നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ സ്റ്റിക്കി മാംഗോ റൈസ്. കുറേ കളറുള്ള റൈസുകൾ കിട്ടും കേട്ടോ. ഇവിടുത്തെ പൈനാപ്പിൾ കണ്ടോ, ഇങ്ങനെ ഇവർ ആ നമ്മുടെ പൈനാപ്പിളിൻ്റെ പുറത്തുണ്ടാവുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ മുള്ളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ കേർഡായിട്ട് ചെത്തിക്കളഞ്ഞിട്ട്. ഇത് കണ്ടില്ലേ, തേങ്ങ അവരുടെ ഇളനീരാണ്. തേങ്ങയും കഴിക്കാൻ പറ്റും, വെള്ളവും കുടിക്കാൻ പറ്റും. അങ്ങനെ വേറെ ഇവരുടെ അലോവേറയുടെ ഒരു ജ്യൂസ് കണ്ടോ. ഇത് നമ്മളവിടെ നിന്ന് സാധാരണ അലോവേറ ജ്യൂസ് അങ്ങനെ കാണാറില്ലല്ലോ. പിന്നെ ഒരുപാട് ടൈപ്പ് ഗ്രിൽഡ് കണ്ടോ, കുറേ ടൈപ്പ് ഗ്രില്ല് ഒരുപാടുണ്ട് കേട്ടോ. പല പല ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഇതൊക്കെ ഏതായാലും നമ്മളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്.
ഇനി മുതലേനെ തിന്നണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തായ്ലാൻഡിൽ പോയാൽ നമുക്ക് നിറവേറ്റാൻ പറ്റും കേട്ടോ. 50 ബാത്തിന് നമുക്ക് നല്ല ഗ്രിൽഡ് ആയിട്ടുള്ള ക്രൊക്കഡൈൽ കിട്ടും കേട്ടോ. ക്രൊക്കഡൈൽ ഫ്രൈ ഉണ്ട്, ഗ്രിൽഡ് ഉണ്ട്. ഇത് പിന്നെ അവരുടെ പാൻ കേക്ക്, ഇതും അവിടുത്തെ ഒരു ക്ലാസിക് ഐറ്റാണ്. ബനാന പാൻ കേക്ക് കിട്ടും, മാംഗോ പാൻ കേക്ക് കിട്ടും. ഇങ്ങനെ മൈദ ഇങ്ങനെ പരത്തി ബട്ടറിൽ ചുരുട്ടി പരത്തിയിട്ട് അതിനകത്ത് മാംഗോ ഫില്ലിങ് ന്യൂട്ടലിലൊക്കെ തേച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ക്രൊക്കഡൈൽ, ഗ്രിൽഡ് ക്രൊക്കഡൈൽ. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തു, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല ഫ്ലഷാണ്, നല്ല ജ്യൂസിയൊക്കെ ആയിട്ടുള്ള, നല്ല ടെൻഡറും ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് കേട്ടോ സംഭവം. ആദ്യമായിട്ടാണ് ഞങ്ങൾ മുതലേനെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ക്രൊക്കഡൈൽ ഗ്രിൽഡും കൂടി കഴിച്ചു. ഇത് പിന്നെ ഒരു നട്ട്സ് അവിടെ ഇങ്ങനെ നമ്മൾ കടലയൊക്കെ പോലെ കുറിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ സാമ്പിളിന് വെച്ചിട്ടുണ്ട്. തൊലി ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നട്ട്സ് തിന്നാൽ നമ്മൾ പീനട്ടൊക്കെ നമ്മളവിടെ കുറിക്കില്ലേ, അതുപോലെ ഇവരൊക്കെ ഇങ്ങനെ കുറിച്ച് നടക്കുന്ന ഒരു സ്നാക്കാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ കുറച്ച് വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ 60 ബാത്തിന് ഇവരുടെ തേങ്ങാ വെള്ളം. തേങ്ങയ്ക്ക് ഇവർ ചെത്തുന്നതിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഇത് കണ്ടോ, നമ്മളൊക്കെ തേങ്ങ വെട്ടുന്ന പോലെയല്ല, സൈഡൊക്കെ ഫുള്ളിങ്ങനെ നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ലുക്കാട്ടോ. മുകളിൽ സ്ട്രോട്ടേക്കുക കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ വെട്ടി പൊളിക്കൊന്നും വേണ്ട, സുഖമായിട്ട് കൈ കൊണ്ട് തന്നെ ആ തേങ്ങയൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. അങ്ങനെ കാണാനും നല്ല ലുക്കുള്ള ആ കോക്കനട്ട് വാട്ടറൊക്കെ കഴിച്ച് നമ്മൾ ആ തേങ്ങയൊക്കെ കഴിച്ചു. ഇവരുടെ ഇളനീരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇളനീരിൻ്റെ ഒരു ഡബിൾ വെള്ളം ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു 2 ഇളനീരിലുണ്ടാവുന്ന വെള്ളം ഉണ്ടാവും. അത് കഴിച്ചാൽ തന്നെ നമ്മളെ വയറങ്ങ് ഫുള്ളാവും. പിന്നെ ആ തേങ്ങ അതെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. നമ്മളെ ഇളനീരിനേക്കാളും ചെറിയൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ ഒരു മിനി പാൻ കേക്ക്സ് പോലെ ഉള്ളിങ്ങനെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കണും പിന്നെ ഒരുപാട് ടൈപ്പ് ഗ്രില്ലുകളുണ്ട് കേട്ടോ. കബാബ്സും ഗ്രില്ലുകളും ഫ്രൂട്ട് ജ്യൂസുകൾ, പിന്നെ ഫ്രഷ് ജ്യൂസ്, പ്യൂർ ജ്യൂസൊക്കെ ഫുള്ളിങ്ങനെ ഓൺ ദ വേ കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് അവരുടെ ആ തോണി, ഒരു ചെറിയ റോയിങ് ബോട്ടും കൂടി നമ്മൾ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ എടുത്തിരുന്നു. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ബോട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള കുറേ സീറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും ഫുള്ള് ഷോപ്പാണ്. ഇങ്ങനെ നടുക്ക് കൂടി ഇങ്ങനെ ഒരു ലേക്ക് പോലെ ഇങ്ങനെ പോവാണ്, ഒരു ചെറിയ ഒരു പുഴ പോലെ നീന്തി ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു തടാകം ഉണ്ടാക്കിയതാണ് തോന്നുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ പില്ലറിലാണ് ഈ മാർക്കറ്റ് കംപ്ലീറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പേരിട്ടേക്കുന്നത്. ഈ ബിൽഡിങ്സ് കംപ്ലീറ്റ് ഇങ്ങനെ പില്ലറിൻ്റെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത് ഈ വെള്ളത്തിൽ. ഇത് കണ്ടോ, ഈ ഡ്രസ്സുകളും ബാഗുകളൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല രസമുണ്ട്. ഈ ഷോപ്പിംഗ് ലവേഴ്സിനൊക്കെ ഒരു പറ്റിയൊരു പാരഡൈസ് തന്നെയാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. കുറേ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. അപ്പം നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പെട്ടെന്ന് കണ്ട് തീർത്ത് പോകാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ അതിന് കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി കണ്ട് തീർക്കാനും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാനും ബോട്ടിങ്ങിനും ഒക്കെ സമയം കിട്ടുള്ളൂ. ഇത് കണ്ട കുറേ ക്യൂരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയതും ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ആയിട്ട് കുറേ ഫ്രൂട്ട്സിൻ്റെയും കുറേ സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഫ്രിഡ്ജ് മാഗ്നറ്റും കീ ചെയിൻസും ഉണ്ട്. അതാ ഫിഷ് സ്പാ, ആൾക്കാരൊക്കെ അങ്ങനെ റിലാക്സ് ചെയ്ത് ഫിഷ് സ്പാ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ ബോട്ടിങ്ങും ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം. പിന്നെ ഹാറ്റുകൾ ഞങ്ങളൊക്കെ വാങ്ങി. അത്യാവശ്യം നല്ല വെയിലും ചൂടുമാണ് കേട്ടോ. നവംബറിൽ നല്ല ക്ലൈമറ്റാണെന്നൊക്കെ പറഞ്ഞാലും നല്ല വെയിലുണ്ട്. പകലൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓപ്പൺ സ്പേസിലൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും ഹാറ്റൊക്കെ എന്തായാലും കരുതുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണെങ്കിൽ ആ ബോട്ടിങ്ങിന് പോകുന്ന സൈഡിൽ ഇവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ അവിടെ റെഡീം ചെയ്യാനൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്കങ്ങനെ കാണിച്ചു കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ബോട്ടിൻ്റെ വഴി ഇങ്ങനെ കുറേ തേങ്ങയൊക്കെ കണ്ട് ഒരു കൊട്ടയിൽ ഇങ്ങനെ ഇവരിട്ട് വെച്ചേക്കുക. ഇവരെ കോക്കനട്ടൊക്കെ ഇവരുടെ ഇതിങ്ങനെ കാണാൻ വേണ്ടി, ഇവരുടെ തേങ്ങ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ടൂറിസ്റ്റുകൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരു വലിയ ബൗൾ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേജിൽ ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ ലേഡീസും ജെൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ എഴുതിയ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു ഡാൻസ് ഷോ ആണ്. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. നമുക്ക് ഈ ബോട്ടിങ്ങിനുള്ള ക്യൂവിൽ നിന്നാൽ തന്നെ നല്ല കറക്റ്റായിട്ട് അത് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ട് പിന്നെ ബോട്ടിങ്ങിന് പോകാൻ വിചാരിച്ചു. ബോട്ടിങ് 2 ടൈപ്പ് തോണിയാണ് കേട്ടോ ഉള്ളത്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു തോണി പോലെ കണ്ടോ. ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് ആൾക്കാരെങ്ങനെ കൊണ്ടുപോവുകയാണ്. ഫുള്ളി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കാണാനും പറ്റും. എല്ലാ ഷോപ്പുകളും ഒക്കെ നമ്മൾ കാശ്മീരിലെ ഷിക്കാര റൈഡൊക്കെ അല്ലേ, അതുപോലെയൊക്കെ 2 സൈഡിലുള്ള ഷോപ്പുകളുടെ നടുവിലൂടെ നമ്മളിങ്ങനെ തോണിയിൽ കൊണ്ടുപോകും. കണ്ടില്ലേ, 2 തോണി ഞങ്ങൾക്ക് ഫുള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ 10-22 പേരുണ്ടായിരുന്നു. അത് കാരണം 2 ബോട്ട് ഫുള്ള് നമുക്ക് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കറങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്ത്, നല്ലൊരു റൈഡൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഈ റൈഡ് എടുക്കണുള്ളൂ കേട്ടോ. ഒരു ഫുൾ റൗണ്ട് ഇങ്ങനെ കറങ്ങി കംപ്ലീറ്റ് ഷോപ്പും കണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മറ്റേ എൻഡ് വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും. സംഭവം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. വെള്ളം ഇങ്ങനെ കുറച്ച് ചെളിവെള്ളമാണ്, ഇവരിങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ട ഒരു തടാകമായതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ള് കടകളും ഷോപ്പുകളും ഭക്ഷണം ഉണ്ടാക്കുന്ന സ്റ്റോളുകളും ഡ്രസ്സിൻ്റെ ഷോപ്പും ഒക്കെ കണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കറങ്ങി വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. ഇങ്ങനെ ഒരു ചെറിയ ഡ്രാഗണിൻ്റെ മോഡലൊരു തോണിയൊക്കെ, അത് മൂവിങ് അല്ല, സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ സൈഡിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഗാർഡൻ, നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ കുറേ മരം കൊണ്ടുണ്ടാക്കിയ കണ്ടില്ലേ. ഇപ്പോഴാണ് ഇത് ശരിക്കും നമുക്ക് മനസ്സിലാവുക. ഈ മാർക്കറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ ഓരോ ഈ പില്ലറിൻ്റെ മുകളിലാണ്, ഈ വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കണമെന്നുള്ളത് നമുക്ക് ഈ ബോട്ടിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് പിക്ചർ കിട്ടും അതിൻ്റെ. അങ്ങനെ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും മിസ്സാക്കാതെ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണണം കേട്ടോ. സംഭവം നല്ല കിടിലനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സർക്കസ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഷോ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടാവും, വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ചാടണോ, വെള്ളത്തിലേക്ക് ചാടണോ, അങ്ങനെ വാട്ടർ ബോക്സിങ്ങോ എന്തൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ബോക്സിങ്ങൊക്കെ. ഇത് 2-3 ആൾക്കാർ നിന്ന് ഇങ്ങനെ ഒരു ഷോ ഒക്കെ, ഒരു തെരുവ് നാടകത്തിൻ്റെയൊക്കെ സ്റ്റൈലിലുള്ള ഒരു ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഫുഡ് ഏരിയാസാണ്. ഇത് ബോട്ടിൽ പോകുന്നവർക്ക് വേണമെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ സ്റ്റോളുകൾ, ഫുഡ് കോർട്ട് പോലെ ഇങ്ങനെ ഒരു ഏരിയ ഫുള്ളുണ്ട്. അതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ബോട്ട് അടുപ്പിച്ച് നമുക്ക് ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് തരും. ബോട്ടിലിരുന്ന് കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം. അതിനൊക്കെയുള്ള കുറേ ഏരിയ. മറ്റേ സൈഡിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ എൻട്രി ഉണ്ട് കേട്ടോ. ആ ഷോപ്പിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് ഫുഡൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാൻ ഇങ്ങനെ കുറേ ബെഞ്ചും ചെറിയ ബെഞ്ചുകളും ടേബിളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഫുള്ള് ഈ മാർക്കറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ പില്ലറുകളിൽ ഫ്ലോട്ട് ചെയ്തിട്ട് ഈ ആർട്ടിഫിഷ്യൽ തടാകത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പോണ വഴിയൊക്കെ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ആയിട്ട് നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ആമ്പലുകളും ആമ്പൽ പൂക്കളും അതിൻ്റെ ചെടികളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിരിഞ്ഞിട്ടില്ല, അങ്ങനെ മുട്ടകൾ നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ട് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോളം നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് ഷോപ്പും ഒക്കെ കണ്ട് ഈ തടാകത്ത് കൂടി ഇങ്ങനെ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. കുറേ ബ്രിഡ്ജുകൾ കണ്ടു. എത്ര വലിയൊരു ഏരിയ ആണതെന്ന് നമുക്ക് ഈ ബോട്ടിൽ പോകുമ്പോഴാണ് കംപ്ലീറ്റ് മനസ്സിലാവുക. ഇങ്ങനെ പോയി കുറേ വഴികളുണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തൊക്കെ കംപ്ലീറ്റ് നടന്ന് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 1 മണിക്കൂറോളം പിടിക്കും കേട്ടോ. പിന്നെ കണ്ടോ നല്ല ഭംഗിയിലുള്ള അങ്ങനെ കുറേ ബ്രിഡ്ജസും പാലങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടി ഫുള്ള് പോവാം. ഈവനിങ് ആയാൽ കുറച്ച് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ലൈറ്റഡ് ആവും കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇവരൊക്കെ ഒരു 6 മണിയാകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. 5 o'clock ചിലപ്പോൾ 5 o'clock ആയി കഴിഞ്ഞാൽ തന്നെ എൻട്രി ഉണ്ടാവില്ല. 6 മണിയാണ് മാക്സിമം ടൈം ഉള്ളത് കേട്ടോ ഹോളിഡേയ്സിൽ. അല്ലാത്ത ദിവസം 5 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും തോന്നണം. അപ്പോൾ നമ്മൾ വൈകുന്നേരം കാണാൻ വേണ്ടി വെക്കരുത്. എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ തുടങ്ങണം. എന്നാലേ നമുക്കൊരു 3-4 മണിക്കൂർ എടുത്തത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള മെയിൻലി ഫ്രണ്ടിലുള്ള എൻട്രൻസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ. കണ്ടോ നല്ല കിഡിലൻ ഷോപ്പാണ് കേട്ടോ. ഇത് കണ്ടോ കുറേ ഗണ്ണുകൾ, വുഡ് കൊണ്ട് ഉണ്ടാക്കിയ കുറേ ഗണ്ണുകൾ. ഗണ്ണൊന്നും പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങണം. ഗണ്ണിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധനം സാധാരണ ഫ്ലൈറ്റിൽ കയറ്റില്ല കേട്ടോ. പിന്നെ കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഭംഗിയിൽ കുറേ സ്ഥലങ്ങൾ പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ട് മറ്റേ സൈഡിലാണ് നമുക്ക് ഇറക്കി വിടുക. അങ്ങനെ ഒരു സൈഡിൽ ഇറക്കി വിട്ടാലും ഇങ്ങനെ കുറേ ഏരിയയിൽ കൊണ്ട് നടന്നു പോകണം. അവിടെ കുറേ ലേഡി ബോയ്സ് ഉണ്ട്. ഈ ലേഡി ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഡെക്കറേറ്റഡ് ആയി അവരുടെ കൂടെ നമുക്ക് പേ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന കുറേ ലേഡി ബോയ്സ് ഉണ്ട്. അപ്പോൾ പട്ടായയിലെ വേറെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി, ബൈ.